പെസഹാക്കാലം 6-ാം ഞായർ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 9 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളുടെ വചന സന്ദേശം. പ്രിയ സഹോദരി സഹോദരന്മാരെ, തന്നെ മുന്തിരിച്ചെടിയോടും നമ്മെ അതിൻ്റെ ശാഖകളോടും ഉപമിച്ചതിന് ശേഷം യേശു തന്നോട് ചേർന്ന് നിൽക്കുന്നവർ എന്ത് ഫലമായിരിക്കും പുറപ്പെടുവിക്കുക എന്ന് ഈ ഞായറാഴ്ചത്തെ സുവിശേഷത്തിൽ വിശദീകരിച്ചു കാണുന്നു. പ്രസ്തുത ഫലം സ്നേഹമെന്ന വികാരമാണ്. നിലനിൽക്കുക എന്ന ക്രിയാപദം യേശു വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. തൻ്റെ സന്തോഷം നമ്മിൽ കുടികൊള്ളുന്നതിനും ആ സന്തോഷം പൂർണ്ണമായിരിക്കുന്നതിനു വേണ്ടി തൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കാൻ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ക്രൈസ്തവരായ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, യേശുവിൻ്റെ സന്തോഷം നമുക്കുണ്ടാകേണ്ടതിന് ഏത് സ്നേഹത്തിൽ നിലനിൽക്കാനാണ് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നതെന്ന്. അത് പിതാവിൽ നിന്നുള്ള സ്നേഹമാണ്. പിതാവായ ദൈവത്തിൻ്റെ ഈ സ്നേഹം പുത്രനായ യേശുവിൽ ഒഴുകുന്നതും അവിടുത്തെ സൃഷ്ടികളായി നമ്മിൽ എത്തിച്ചേരുന്നതുമായ ഒരു നദി പോലെയാണ്. വാസ്തവത്തിൽ യേശു പറയുന്നു, പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. പിതാവിന് യേശുവിനോടുള്ള അതേ സ്നേഹമാണ് യേശു നമുക്കും പ്രദാനം ചെയ്യുന്നത്. നിർമ്മലവും പരിശുദ്ധവും നിരുപാധികവും സൗജന്യവുമായ സ്നേഹം. അത് വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒന്നല്ല. അത് ദൈവം വച്ചു നീട്ടുന്ന മഹത്തായ ദാനമാണ്. ആ സ്നേഹം നമുക്കേകിക്കൊണ്ട് യേശു നമ്മെ സ്നേഹിതരായി കാണുകയും ആ സ്നേഹത്തിൽ അവിടുന്ന് നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തുകയും ലോകത്തിന്റെ ജീവന് വേണ്ടി അവിടുത്തെ അതേ ദൗത്യത്തിൽ നമ്മെ പങ്കുകാരാക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മോട് തന്നെ ഒരു ചോദ്യം ഉന്നയിക്കാം. ഈ സ്നേഹത്തിൽ എങ്ങനെ നിലനിൽക്കാൻ കഴിയും? യേശു അരുൾ ചെയ്യുന്നു, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. തൻ്റെ കൽപ്പനകൾ അവിടുന്ന് ഈ ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവൻ. സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടുന്ന് സുശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതുപോലെ ശുശ്രൂഷ ചെയ്യുന്നതിലാണ്. സഹോദരങ്ങളെ സേവിക്കുന്നതിലൂടെയാണ്. അവനവനിൽ നിന്നും പുറത്തു കടക്കുക എന്ന ശൂന്യവൽക്കരണത്തിന്റെ പാതയാണ് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുവാനുള്ള ഏകമാർഗം. മാനുഷികങ്ങളായ സ്വന്തം സുരക്ഷിതത്വങ്ങൾ, ലോകസുഖങ്ങൾ പരിത്യജിച്ച് നാം എന്തായിരിക്കുന്നുവോ നമുക്കെന്തുണ്ടോ അതോടുകൂടി പ്രവർത്തന സന്നദ്ധയുള്ളവരായിരിക്കുക എന്നാണ് ഇതിന് അർത്ഥമാക്കുക. വാക്കുകൾ കൊണ്ടല്ല, മറിച്ച് പ്രവൃത്തികൾ കൊണ്ട് സ്നേഹിക്കുക എന്നതാണ് ഈ സ്വർഗീയ പ്രബോധനത്തിലൂടെ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ലോകം നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഇതര സ്നേഹങ്ങളോട് വേണ്ട എന്ന് പറയുകയാണ് ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുക എന്നിവിടെ അർത്ഥമാക്കുക. ധനത്തോടുള്ള സ്നേഹം, സമ്പത്തിനെ സ്നേഹിക്കുന്നവന് യേശു സ്നേഹിച്ചതുപോലെ ഒരിക്കലും മറ്റുള്ളവരെ സ്നേഹിക്കാനാകില്ല. അതുപോലെ തന്നെയാണ് നേട്ടങ്ങളിലുള്ള അഹങ്കാരവും പൊങ്ങച്ചവും അധികാരത്തോടുള്ള അനിയന്ത്രിതമായ ആവേശവുമൊക്കെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുകയും നമ്മെ കൂടുതൽ സ്വാർത്ഥരും ആത്മാരാധകരും ആധിപത്യ ഭാവമുള്ളവരുമാക്കി തീർക്കുന്ന കപട സ്നേഹ വഴികളിൽ നാം കുരുങ്ങിപ്പോകും. ആധിപത്യഭാവം സ്നേഹത്തെ ചോർത്തിക്കളയുകയും മറ്റുള്ളവരെ ദുരുപയോഗത്തിലേക്കും സ്നേഹിക്കുന്ന വ്യക്തിയെ വേദനിപ്പിക്കുന്നതിലേക്കും ഇത് വഴിയൊരുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കപടസ്നേഹ വഴികൾ ഉപയോഗിക്കുന്നത് വഴി ആക്രമണ മനോഭാവമുള്ള വ്യക്തികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നതിന് ഇത് വലിയൊരു കാരണമായി മാറുകയാണ്. അനുദിനം എത്രമാത്രം സ്ത്രീകളും കുട്ടികളുമാണ് ഇന്ന് ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയായിത്തീരുന്നത്. ഇത് സ്നേഹമല്ല, മറിച്ച് സ്നേഹമെന്ന വ്യാജേന അതിൽ പൊതിഞ്ഞുവച്ച ഭ്രാന്തുകളാണ്. കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്നാൽ നമ്മുടെ ചാരത്തുള്ള വ്യക്തിയെ വിലമതിക്കലാണ്, അയാളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കലാണ്. ആ വ്യക്തിയെ നാം ഇഷ്ടപ്പെടുന്ന രീതിയിലല്ല, മറിച്ച് അയാൾ ആയിരിക്കുന്ന രീതിയിൽ സ്നേഹിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറ്റുള്ളവരെ പരിശോധിക്കുകയും കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാവത്തിൽ നിന്ന് പുറത്തു കടക്കുവാൻ ദൈവസ്നേഹം നമ്മോട് ആവശ്യപ്പെടുന്നു. സ്നേഹം കൂടുമ്പോൾ അവരെ നിരീക്ഷിക്കുകയല്ല, അവരെ സേവിക്കുകയാണ് വേണ്ടതെന്ന് സുവിശേഷത്തിലൂടെ ക്രിസ്തു നമുക്ക് വ്യക്തമാക്കി തരുന്നു. അപ്പോഴാണ് നമ്മുടെ സ്നേഹം ആത്മദാനമായി മാറുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്നത് എവിടേക്കാണ് നമ്മെ നയിക്കുന്നത്? യേശു പറയുന്നു, എന്തെന്നാൽ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാവുകയും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യുന്നതിനാണ്. ക്രിസ്തുവുമായി നാം ഐക്യത്തിലായാൽ നമ്മിലായിരിക്കാൻ ക്രിസ്തുവിന് സാധിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അവിശ്വസ്തരായിരുന്നിട്ടും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് ജീവിത പ്രതിസന്ധികളെ വിശ്വസ്തയോടെ നേരിടുന്നതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും നമ്മെ പ്രാപ്തരാക്കുന്നു. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവസ്നേഹത്തിന്റെ പാരമ്യത തന്നെയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ക്രൈസ്തവൻ ഒരിക്കലും ദുഃഖിതനല്ല.
ക്ലേശകരമായ സമയങ്ങളിൽ പോലും ആന്തരിക സന്തോഷവും സമാധാനവും അവൻ അനുഭവിക്കുന്നു. ഇന്ന് ലോകം മുഴുവനും കോടിക്കണക്കിന് വിശ്വാസികളുള്ള സാർവത്രിക സഭയായി തിരുസഭ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ സഭയിലെ ഓരോ വ്യക്തിയും യേശുവിന്റെ സ്നേഹിതനും പരസ്പരം സുഹൃത്തുക്കളുമാണ്. തിരുസഭയിലും ഇടവകയിലും ചെറുതും വലുതുമായ ശുശ്രൂഷ ചെയ്യുന്നവർ യേശുവിന്റെ സ്നേഹത്തിന്റെ നിയമം സഭയിൽ പ്രാവർത്തികമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന അവബോധത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്കൊരുത്തർക്കും സാധിക്കട്ടെ. ഇവിടെ യജമാനത്വമില്ല, മറിച്ച് എല്ലാവരും സ്നേഹിതന്മാരാണ്. യേശു പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെ പാഠം നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിച്ച് അതിനനുസരിച്ച് ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്കൊരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.